ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ കറികൾ ഒന്ന് കാണാം കേട്ടോ. അപ്പം കുറച്ച് ചിക്കൻ്റെ കഷ്ണങ്ങളുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കാൻ പോവുകയാണ് ആദ്യം. അങ്ങനെ അതിൽ പൊടികളൊന്ന് കോൺഫ്ലവറൊക്കെ ഇട്ടിട്ടാണ് പൊരിക്കണത്. അങ്ങനെ അതൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് പിന്നെ ഓയിൽ കുറച്ചുണ്ടായിരുന്നു, അതിൽ തന്നെ പൊരിക്കുകയാണ് കേട്ടോ. നമ്മൾ അടുത്ത കറി ഉണ്ടാക്കാൻ പോണത് നല്ല കുമ്പളം, മത്തന് ഒക്കെ ഇട്ടിട്ട് മാങ്ങ, ചക്കക്കുരു ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാദ്യം ഒന്ന് കഴുകി കുക്കറിലിട്ടിട്ടുണ്ട്. പിന്നെ ചക്കക്കുരു അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പരിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കറി വെച്ചാൽ നല്ല അടിപൊളി നല്ല രസമാണ് കേട്ടോ. അപ്പം അങ്ങനെ വെക്കാത്തവരൊക്കെ ഒന്നുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക. അപ്പം ഇതിലേക്ക് കുറച്ച് ഉപ്പ്, പിന്നെ മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി ഇതൊക്കെ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ അത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഏറ്റവും നല്ലത് ഉണക്കമീനാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഉണക്കമീൻ പൊരിക്കുന്നുണ്ട്. നമ്മളൊക്കെ രാവിലെ ദോശയ്ക്കുള്ള ചമ്മന്തി ഉണ്ടാക്കാനാണ് ഒരു ഉള്ളി ചട്ടിയിൽ വഴറ്റുന്നുണ്ട്. ഉള്ളി തക്കാളിയൊക്കെ വാട്ടിയിട്ട് അടിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ചട്ടിനി അതാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇതിൽ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്ത് വാട്ടിയിട്ടുണ്ട്. ഇനി ദോശ ഉണ്ടാക്കാൻ പോവുകയാണ്. കുറച്ച് ചപ്പാത്തി പൊടി, പിന്നെ കുറച്ച് മൈദ, കുറച്ച് അരിപ്പൊടി ഇതൊക്കെ അടിച്ചെടുത്തിട്ട് ദോശ ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മളെ ചട്ടിനി കഴിഞ്ഞ് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ദോശ അങ്ങനെ ഓരോന്ന് ചുടൽ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനത്തെ ദോശയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മളെ കറികളൊക്കെ ആയിട്ടുണ്ട്. ഇനി ദോശ കഴിക്കാൻ പോവുകയാണ്. ചട്ടിനി കരച്ച് കടുകൊക്കെ വറവ് ഇട്ടിട്ടുണ്ട്. നല്ല ദോശയും ചട്ടിനിയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ കഴിക്കുകയാണ്. ഒരു ചിക്കൻ കഷ്ണം കൂട്ടി. അപ്പം കറി റെഡിയാക്കണ വീഡിയോ കണ്ടിരുന്നു, അതൊക്കെ പോയി. അപ്പോൾ ഓക്കെ, എൻ്റെ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഓക്കേ.